അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. നിയ്യത്ത് വെച്ച് എന്ത് ചോദിച്ചാലും സഫലമാകും. എൻ്റെ അനുഭവമാണ് സാക്ഷി. ഈ ദിക്ർ പ്രിയപ്പെട്ടവരെ അത്ഭുതമാണ്. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, എന്തെല്ലാം ഉദ്ദേശങ്ങളാണുള്ളത്. അതൊക്കെയും നിറവേറിക്കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന അത്ഭുതമേറിയ ഈ ദിക്ർ നിങ്ങൾ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം വരാറില്ലേ? അതുപോലെ തന്നെയാണ് ഈ ദിക്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം. കാരണം എനിക്ക് ടെൻഷൻ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനുണ്ടാകുമ്പോൾ, എന്തെങ്കിലും സാധനങ്ങൾ കളഞ്ഞു പോകുമ്പോൾ, മനസ്സിന് സമാധാനമില്ലാത്ത സമയത്തൊക്കെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഈ ദിക്ർ ചൊല്ലാറുണ്ട്. ഈ ദിക്റാണ് എൻ്റെ നാവിലേക്ക് ആദ്യം കടന്നു വരിക. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദിക്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നു എന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് ഇറങ്ങി തിരിച്ചാൽ ഒരു അപകടങ്ങളോ ആപത്ത് മുസീബത്തോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും. നല്ല റാഹത്തായി നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും. കാരണം ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് പിന്നീട് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്, കാവലിലാണ് നമ്മൾ പോകുന്നത്. ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഒട്ടനവധിയാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദിക്ർ ചൊല്ലിയാൽ എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാണ്. എന്നാൽ ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ശിഫയാകുന്ന ഏറ്റവും ചെറിയ രോഗം അത് മനോവിഷമമാണ്, അതായത് ടെൻഷൻ. ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് നല്ല സമാധാനമുണ്ടാകും, ഒരു ടെൻഷനും ഉണ്ടാകില്ല, എപ്പോഴും റാഹത്തായിരിക്കും ഉണ്ടാകുക. ഇതാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ടത്, സമാധാനം. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ടെൻഷനാണെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് മഞ്ഞുരുകിപ്പോകുന്നത് പോലെ ആ ടെൻഷൻ ഇല്ലാതെയാകും, ജീവിതത്തിൽ സമാധാനമുണ്ടാകും. അതുകൊണ്ട് ഈ ദിക്ർ ദിവസവും നിങ്ങൾ ചൊല്ലുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളും കൊട്ടിയടക്കപ്പെടും. അതായത് ഈ ദിക്ർ ചൊല്ലിയാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല, 70ഓളം പ്രശ്നങ്ങൾ ഇല്ലാതെയാകും ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട്. 70ഓളം പ്രശ്നം നമ്മിൽ നിന്നും ഇല്ലാതെയാകും എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ ഏറ്റവും ചെറുതാണ് ദാരിദ്ര്യം. ദാരിദ്ര്യമാണ് അതിൽ ഏറ്റവും ചെറുത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്നാൽ നമുക്കൊക്കെയും ഏറ്റവും വലുതേതാണ്? ദാരിദ്ര്യമാണ്. അപ്പോൾ അത്രത്തോളം വലിയ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാണ് ഈ ദിക്ർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്ര വലിയ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലെങ്കിൽ ദിവസവും നിങ്ങൾ ഈ ദിക്ർ പതിവായി ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല, കടങ്ങൾ ഉണ്ടാകില്ല, സാമ്പത്തിക പ്രയാസം ഉണ്ടാകില്ല. മാത്രമല്ല ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത് ഏതാണ് എന്നറിയുമോ? അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ നമ്മുടെ ശരീരം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ സമ്പത്ത്, ഇങ്ങനെ തുടങ്ങിയ നമുക്ക് എന്തെല്ലാം
അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയത്, ഇനി നൽകാൻ പോകുന്നത്, അതൊന്നും നമുക്ക് നഷ്ടമാകില്ല. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടമാകാതെ എന്നും നമുക്കത് ആസ്വദിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് നഷ്ടമാകാതിരിക്കാൻ നിങ്ങൾ ഈ ദിക്ർ ജീവിതത്തിൽ പതിവായി ചൊല്ലുക. ഈ ദിക്ർ സ്വർഗത്തിലെ ഒരു നിധിയാണ്, സ്വർഗീയ നിധിയാണ് ഈ ദിക്ർ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ദിക്ർ പതിവായി ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മാലാഖമാർ ഈ ദിക്ർ നിത്യവും ചൊല്ലുന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലാതെ ഒരിക്കലും മാലാഖമാർ ആകാശത്തേക്ക് ഉയരില്ല. അതുപോലെ തന്നെ ആകാശത്ത് നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് മലക്കുകൾ വരില്ല. മലക്കുകൾ നിത്യവും പതിവായി ചൊല്ലുന്ന ഒരു ദിക്റാണ് ഇത്. ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. മരണസമയത്ത് സന്തോഷത്തോടുകൂടി മരിക്കാം, ഈമാനോടുകൂടി മരിക്കാം. മാത്രമല്ല, സമുദ്രത്തിലെ നുരയോളം വരുന്ന ചെറുപാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയ ഇഹലോകത്തും നമുക്ക് വിജയം നൽകുന്ന ആ മഹത്വമേറിയ ദിക്ർ ഏതാണ് എന്നറിയണ്ടേ? ആ ദിക്റാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ഒരു ദിക്ർ നിങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ഇന്നത്തെ രാവിൽ നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിറവേറിക്കിട്ടേണ്ടത്, എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടത്, എന്ത് പ്രയാസമാണോ മാറിക്കിട്ടേണ്ടത്, ഈ ഒരു ദിക്ർ നിങ്ങൾ ഇന്നത്തെ രാവിൽ 313 പ്രാവശ്യം നിങ്ങളുടെ കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ഉദ്ദേശം, എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി, നിയ്യത്തോടുകൂടി ഈ ദിക്ർ നിങ്ങൾ 313 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മുറാദുകൾ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിറവേറിക്കിട്ടും. ഇനി നിങ്ങൾ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല വളരെ വേഗം സ്വീകരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു നോക്കൂ. ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. ആ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ, മനസ്സിൽ വലിയ സങ്കടം വരുമ്പോൾ, വലിയ ടെൻഷൻ വരുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ മറക്കല്ലേ. കഴിയുമെങ്കിൽ നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഇന്നത്തെ രാവിൽ മറക്കാതെ, ഒരിക്കലും മറന്നു പോകരുത് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ ദിക്ർ നിങ്ങൾ ഒരു 100 പ്രാവശ്യം പതിവായി ചൊല്ലുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എന്താണ് ഈ ദിക്റിൻ്റെ അർത്ഥം? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്കൊരു ശക്തിയും കഴിവുമില്ല. അവിടുന്ന് വിചാരിച്ചാൽ മാത്രമേ, അവിടുന്ന് കരുണ കാണിച്ചാൽ മാത്രമേ എനിക്കും എല്ലാവർക്കും എന്ത് കാര്യവും സാധ്യമാവുകയുള്ളൂ. ഈ ഒരു ദിക്ർ സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്തും ഈ ദിക്ർ 313 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റില്ല, എന്നാൽ നിങ്ങൾ 313 പ്രാവശ്യം ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പിന്നീട് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഏത് പ്രാർത്ഥനയുമായിക്കോട്ടെ അത് നമ്മൾ പരിപൂർണ വിശ്വാസത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും നിയ്യത്തോടുകൂടിയും ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഫലം ലഭിക്കുകയുള്ളൂ. ആ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു തആല വളരെ വേഗം സ്വീകരിക്കുകയുള്ളൂ. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം.
ഇതുപോലെ നല്ല വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിയ്യത്തോടുകൂടി നിങ്ങൾ ഈ ഒരു ദിക്റുണ്ടല്ലോ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ പോലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, സന്തോഷവും സമാധാനവും നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഇഹലോകത്തും അല്ലാഹു വിജയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.